എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ ലൈവിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ രേണു സുധീനെ പറ്റി ഒരു ചർച്ച അവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ ഒണിയൽ സാബു, അഭിലാഷ്, അതുപോലെ തന്നെ രഞ്ജിത്ത് മുൻഷി ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രേണു സുധി എന്ന് പറയുന്നത് വളരെ കോളിളക്കമുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും ഇവിടെ വരും മുൻപ് തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് തവണ പേര് വന്നിട്ടുള്ള ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ രേണു സുധിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് തുടക്കം തന്നെ ഞാൻ ഒരു കാര്യമൊക്കെ പറഞ്ഞു എന്നൊക്കെ നമ്മുടെ മുൻഷി പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രേണു സുധി ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസ രൂപേണയാണ് സംസാരം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ ഉണിയൽ സാബു പറയുന്നുണ്ട് പുച്ഛിച്ചുകൊണ്ട്. അങ്ങനെ ഒരു സംഭവം ഞാൻ രേണുസുദിനെ പറ്റിയൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, ഞാൻ അങ്ങനെ കാണാറില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിലൊന്നും ഈ കാര്യമൊന്നും വരാറില്ല. ആ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇവർ 3 പേർക്കാണെങ്കിലും ഈ പറയുന്ന ഒണിയൽ സാബുവിനാണെങ്കിലും രഞ്ജിത്തിനാണെങ്കിലും അഭിലാഷിനാണെങ്കിലും രേണുസുതി എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്നും ഒരുപാട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രേണുസുതിയെ കൊണ്ട് ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ എതിർക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് അവർ തയ്യാറാക്കുന്നതാണോ ഇതിന്റെ പിന്നിലെന്നൊക്കെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. എന്തായാലും രേണുവിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലും കാണുന്നത്. ചിലപ്പോൾ അത് രേണു ഒരുപക്ഷെ ഹെൽപ്പായി മാറാനും സാധ്യതയുണ്ട്. നമുക്ക് നോക്കി കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം.